Morning student. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the volume bounded by the cylinder x square plus y square is equal to 9 and the planes y plus z is equal to 3 and z is equal to 0. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ആണുള്ള ഫോർമുല എന്താണ്? വോളിയം is equal to triple integral dz d. That is triple integral dz. Z ന്റെ ലിമിറ്റ് എന്താണ്? ഇവിടെ z is equal to 0 and 2 plane ആണ്. y plus z is equal to 3. y plus z is equal to 3. z is equal എന്താണ്? 3 minus 1. z equal to 0 ഒരു plane. z equal to 0 എന്നുള്ള ലോവർ ലിമിറ്റ് എടുക്കാം. z is equal to 3 minus y എന്നുള്ളത് അപ്പർ ലിമിറ്റ് എടുക്കാം. അപ്പോൾ z equal to 0 ഇത് ലോവർ ലിമിറ്റ്, 3 minus y എന്നുള്ളത് അപ്പർ ലിമിറ്റ്. ഇത് നമ്മുടെ dz dt. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രൽ. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z എന്ന് വരും 0 to 3 minus y dt. That is double integral 3 minus y, ലോവർ ലിമിറ്റ് കൊടുക്കുന്ന 0 ആണ്, 3 minus y dt. ഇനി റിമൈനിങ് പാർട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഡബിൾ ഇന്റഗ്രൽ 3 minus y dA ചെയ്യാൻ പോകുന്നത് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ y എന്നുള്ളത് നമ്മൾ എന്തെടുക്കണം? r sin θ ആണ്. അതുപോലെ dA എന്നുള്ളത് എന്തെടുക്കണം? r dr dθ ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ 3 minus y എന്നുള്ളത് r sin θ, dA എന്നുള്ളത് r dr dθ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ 3r മൈനസ് r സ്ക്വയർ sin θ dr dt. ഇത് നമുക്ക് ഇവിടെ ആറിന്റെ തീറ്റയുടെ ലിമിറ്റ് കിട്ടണം. ആറിന്റെ തീറ്റയുടെ ലിമിറ്റ് കിട്ടാനായിട്ട് ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ r സ്ക്വയർ എടുക്കുമ്പോൾ ഇതാണ് സർക്കിൾ. സർക്കിൾ ഫോം ചെയ്യുമ്പോൾ ഇത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. ഇതിന്റെ സെന്റർ 0 0 ആയിരിക്കും. റേഡിയസ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോ റേഡിയസ് 3യും സെന്റർ 0 0 ആയിരിക്കും. അങ്ങനെയുള്ള സർക്കിളാണ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോ റേഡിയസ് r ന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 3 ആയിരിക്കും. 0യിൽ നിന്ന് 3യിലേക്ക് വീതിക്കും. 0 to 3. തീറ്റയുടെ ലിമിറ്റ് സർക്കിൾ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് തീറ്റയുടെ ലിമിറ്റ് 0 to 2π. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടി, r ന്റെ ലിമിറ്റ് കിട്ടി, തീറ്റയുടെ ലിമിറ്റ്. ഇനി നമ്മൾ ആദ്യം r വെച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ഇവിടെ 3r എന്നാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3r സ്ക്വയർ ബൈ 2. r ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r സ്ക്വയർ ബൈ 2 മൈനസ് r ക്യൂബ് ബൈ 3 sin θ dt. ലിമിറ്റ് എന്താണ്? 0 to 3. That is integral 0 to 2π. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ r നമ്മൾ 3 കൊടുക്കുമ്പോൾ 3 9 വരെ 27/2 മൈനസ് ഇവിടെ നമുക്ക് 27/3 sin θ എന്നുണ്ട്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. That is into dt. അപ്പൊ നമ്മുടെ r ന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ അപ്ലൈ ചെയ്യും. അടുത്ത സ്റ്റേജില് this is equal to, ഇനി തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 27/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരും 27/2 into θ മൈനസ് 27/3 into sin θ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരും cos θ വരും. അപ്പോൾ മൈനസ് cos θ ആണ്, നമുക്ക് ഇവിടെ പ്ലസ് cos θ ആണ്. ലോവർ ലിമിറ്റ് എത്രയാണ്? 0 to 2π. ഇവിടെ 27/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 27/2 into 1 എന്ന് പറയുമ്പോൾ θ വരും മൈനസ് 27/3 sin θയുടെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് cos θ ആണ്. മൈനസ് മൈനസ് പ്ലസ് ആവും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 27/2 into θ എന്താണ്? 2π പ്ലസ് 27/3 cos 2π. അപ്പർ ലിമിറ്റ് കൊടുത്തു. ഈ ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 27/2 തീറ്റ കൊടുക്കുമ്പോൾ 0 ആവും. പ്ലസ് ഇവിടെ എന്ത് വരും? 27/3 into 1. That is 27/2. ഈ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 27π പ്ലസ് ഇവിടെ നമുക്ക് 27/3 into cos 2π 1 ആണ് മൈനസ് 27/3. ഈ 27/3 കട്ടായിപ്പോൾ
അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 27 പൈ എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. 27 പൈ എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യം വോളിയം കാണാനുള്ള ഫോർമുല ട്രിപ്പിൾ ഇന്റഗ്രൽ dz/dA. ആദ്യം z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് 3 - y/dA എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ചെയ്തത് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. പോളാർ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അവിടെ y-ക്ക് എന്ത് കൊടുക്കണം? r sin θ എന്ന് കൊടുക്കണം. dA-ക്ക് എന്ത് കൊടുക്കണം? r dr dθ എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ആദ്യം 6 വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. 6 വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് r-ന്റെ ലിമിറ്റ് ആയി 0-യും 3-യും കൊടുത്തു. അതിനുശേഷം നമ്മൾ തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. തീറ്റയുടെ ലിമിറ്റ് ആയി 0-യും 2π-യും കൊടുത്തു. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തു വന്നപ്പോ ഫൈനൽ റിസൾട്ട് വിൽ ബി 27 പൈ എന്നാണ് ഇവിടെ ആൻസർ കിട്ടുക. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് QUESTION ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പോളാർ കോർഡിനേറ്റിലേക്ക് ചെയ്തപ്പോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് പോളാർ കോർഡിനേറ്റിലേക്ക് ചെയ്തത്. ഇപ്പൊ നമുക്ക് ഈ സെയിം പ്രോബ്ലം തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ചെയ്യാം. dx dy dx വെച്ച് ചെയ്യാം. അപ്പൊ അതാകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പോളാർ കോർഡിനേറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? x ഉണ്ടെങ്കിൽ r cos θ കൊടുക്കണം, y ഉണ്ടെങ്കിൽ r sin θ കൊടുക്കണം, dA ഉണ്ടെങ്കിൽ r dr dθ കൊടുക്കണം, x² + y² ഉണ്ടെങ്കിൽ r² കൊടുക്കണം. ഈ ഇത്രയും നൊട്ടേഷൻ നമ്മൾ ഓർത്തിരിക്കുകയാണ്. r-ലും θയിലേക്കും കൺവെർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. x² + y² = 9 എന്ന സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സർക്കിൾ എടുക്കുമ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ r-ന്റെ ലിമിറ്റ് വേരീസ് ഫ്രം 0 to 3. ഇത് സെന്റർ 0 0 റേഡിയസ് 3-യുമായിട്ടുള്ള സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് r-ന്റെ റേഡിയസ് വേരി ചെയ്ത് 0 മുതൽ 3 വരെയാണ്. അങ്ങനെ r-ന്റെ ലിമിറ്റ് കിട്ടും. സർക്കിൾ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തീറ്റയുടെ ലിമിറ്റ് 0 to 2π. അപ്പൊ ഈ രണ്ട് ലിമിറ്റും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം 6 വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിനുശേഷം ആ കിട്ടിയ ഇവാലുവേഷന് വീണ്ടും നമ്മൾ തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരും. നമ്മുടെ ആൻസർ 27 പൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. യൂണിവേഴ്സിറ്റി പ്രോബ്ലം ആണ്. ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് QUESTION ചോദിച്ചതാണ് കേട്ടോ.